ഹലോ ഗൈസ്, വാട്ട്സ് അപ്പ്? വെൽക്കം ടു അനദർ വീഡിയോ ബൈ ബൈസിയെ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ഡിസ് എന്താണെന്ന് നമ്മൾ പഴയ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ടൈപ്സ് ഓഫ് ഡിസ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കുറേ ആളുകൾ മുന്തിരിച്ചാർ ഇറങ്ങിയതിൻ്റെ ശേഷം പറഞ്ഞിരുന്നു മുന്തിരിച്ചാർ ഇസ് എ ഡിസ് ട്രാക്ക്. ആൻഡ് ജിൻസ് ബ്രോയുടെ ഒരു വീഡിയോയിലുണ്ടായിരുന്നു. ആൻഡ് ഹി ഓൾസോ സെഡ് അത് എൻ്റെ ഒരു തിയറി വെച്ചിട്ട് പറയുകയാണെന്നുള്ളത്. അതിൽ മേ ബി തെറ്റുണ്ടാവാമെന്നും പറയുന്നുണ്ട്. So he is opening a conversation and that was really good for the culture. എന്താന്ന് വെച്ചാൽ സാമ്പാർ അതുപോലെ തന്നെ മഞ്ചാബി ഇത് രണ്ടും ഡിസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഡിസ് ട്രാക്കുകൾ എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് മെയിൻ സെഗ്മെൻറ്റുകളുണ്ട്. ലൈക്ക് ഒന്ന് ഡയറക്റ്റ് ഡിസ്സാണ്, പിന്നെ ഒന്ന് സബ്ലിമിനൽ ഡിസ്സാണ്. ഡയറക്റ്റ് ഡിസ് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് മെയിനായിട്ട് അവരാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ലൈക്ക് കുഞ്ഞാവാന്ന് ബേബിയെ വിളിക്കുന്നത്, പോസ്റ്റ്, അതുപോലെ തന്നെ ക്ലൗഡ് ബോയ്, ടോസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോപ്പ് ബോയ് ഗോസിനെ പണ്ട് നൊമാഡിക് വിളിച്ചത്. ഇതൊക്കെ ഡയറക്റ്റ് ഡിസ്സുകളാണ്. മോനടാ ബേബി നീ ഒരു ജിൻ പോലുമല്ല, ഇതൊക്കെ ഡയറക്റ്റ് കോളിംഗ് ആണ്. പേര് വിളിച്ചിട്ട് നിന്നെ ഐ എം സ്പിറ്റിംഗ് ദ വേർഡ്സ് ടു യു, ലെറ്റ് മീ ടോക്ക് ടു ഡബ്ബ എന്ന് പറയുന്നതൊക്കെ അതൊക്കെ പക്ക ഡയറക്റ്റ് ഡിസ്സാണ്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സബ്ലിമിനൽ, നമ്മുടെ സാമ്പാറിലായാലും മഞ്ചാബിലായാലും മുന്തിരിച്ചാറിൽ ലൈക്ക് ഇറ്റ് വാസ് ഓൾ ഗോയിങ് വെരി സ്മൂത്ത്ലി. ആൻഡ് ദെൻ ജോക്കർ വന്നിട്ട് 2-3 വേഴ്സ് പറഞ്ഞിട്ടത് ഭയങ്കരമായിട്ട് ചർച്ച ആയിട്ടുണ്ട് എല്ലാവരുടെ ഇടയിൽ. സബ്ലിമിനൽ നമ്മൾ ഇനിയിപ്പോ മിന്നി ആയാലും അങ്ങനെ കുറെ പണ്ട് ഇത് ഇന്നും തുടങ്ങിയതുമല്ല. പണ്ട് നമ്മുടെ മോരുവെള്ളത്തിലുണ്ടായിരുന്നു സബ്ലിമിനൽ സാധനങ്ങൾ. ഇന്ന് രാത്രി കുറച്ച് സാമ്പാർ ഉണ്ടാക്കണം, കൂടെ കോമ്പിനേഷൻ ആയി നല്ല മോരും വെള്ളം, മഞ്ഞ മോരല്ല പച്ചമോരെ, കൂടെ പച്ചത്തോരൻ, മുളകൊടച്ചു തേച്ച നല്ല വെള്ളം, മോരും വെള്ളം. കേരളം മുഴുവൻ ഇപ്പൊ കുടിക്കുന്നത് കാടി വെള്ളം, അയ്യോ നാറിയ ജലം. പണ്ട് സൊസൈറ്റിയിൽ ആളുകൾ റാപ്പിനെ കുറിച്ച് ഒരു വിലയും കൊടുക്കാത്ത ആളുകൾ ഇപ്പോൾ വലിയ റാപ്പാണ്, ഞാനും റാപ്പറാണ്, എനിക്കും റാപ്പറാണെന്ന് പറഞ്ഞിട്ട് വന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇറങ്ങിയതാണ് മോരും വെള്ളം. സോ അതിൽ പറയുന്നുണ്ട് ആളുകളൊക്കെ ഇപ്പൊ കുടിക്കുന്നത് കാടി വെള്ളം, ഞാൻ തരാം മുളകുടച്ച് തേച്ച് വെച്ച നല്ല മോരും വെള്ളം, അങ്ങനെ എന്തോ ഒരു അച്ചായൻ്റെ വേഴ്സ് വരുന്നുണ്ട്. ഹി ഈസ് ലൈക്ക് സേയിങ് മോരുവെള്ളം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അന്നത്തെ റാപ്പ് ഗെയിമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അന്ന് ആളുകൾ മോരുവെള്ളമാണെന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ആണെന്ന് വിചാരിച്ചിട്ട് കുടിക്കുന്ന സാധനം അത് കാടിവെള്ളമാണ്. പക്ഷെ ഞാൻ തരാം നിങ്ങൾക്ക് മുളകുടച്ച് നല്ല മുളകും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല എരും പുളിയുള്ള മോരുവെള്ളം ഞാൻ തരാം, കാരണം വി ഗൈസ് ആർ ദ റിയൽ മേക്കേഴ്സ് എന്നുള്ള രീതിയിലുള്ള സാധനം മോരുവെള്ളത്തിൽ ഇടുന്നുണ്ട്. സോ സബ്ലിമിനൽ എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. സോ ഡയറക്റ്റ് ഡിസ് എന്ന് പറഞ്ഞാൽ അതിൽ ആളുടെ പേരുണ്ടാവും, ആളായിട്ട് അത്രയും വൃത്തിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കട്ടക്കുള്ള ബാസും വേർഡ്സും ഉണ്ടാവും ഇതിൽ നമ്മുടെ ഡയറക്റ്റ് ഡിസ്സിൽ. സബ്ലിമിനലിലാണെന്നുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആവാം, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര വൈഡർ ചിന്തകളാവും സബ്ലിമിനലിൽ വരുന്നത്. ചതിച്ചിട്ട് പോയ ഒരാൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ചതിക്കുന്നത്. ചതിച്ചിട്ട് പോയ ഒരാളെ പറ്റി പറഞ്ഞാൽ അത് ഒരാളും തന്നെ ആവണമെന്നില്ല. പണത്തിന് ബാക്കി പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഒരാൾ തന്നെ ആവുന്നില്ല. ഫെയിം തേടിപ്പോയ ആളെന്ന് പറഞ്ഞാൽ അത് ഒരാളെ തന്നെ ആവണമെന്നില്ല. ലൈക്ക് അങ്ങനെ കുറേ ഭയങ്കരമായിട്ട് വാസ്റ്റ് ആയിട്ടുള്ള വൈഡായിട്ടുള്ള ഒരു തോട്ടാണത്. പക്ഷെ അതിൽ നമ്മൾ കാണുന്നത് ആരാണോ ആ ആർട്ടിസ്റ്റിന്റെ വിഷനിലൂടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആരാണോ കാണുന്നത് നമുക്ക് അവരെയാണ് അത് ഫോക്കസ് ചെയ്തത് നമുക്ക് തോന്നും, സ്വാഭാവികമാണ്. ലൈക്ക് ജോക്കർ വെൻ ഹി ഈസ് സ്പിറ്റിംഗ് ദോസ്, പണ്ട് മനുഷ്യരിലുള്ള ആള് ഡബ്സിയാണ് ആൻഡ് അവരെ ചതിച്ച് ഒറ്റക്ക് പോയ ആള് ഡബ്സിയാണെന്നൊക്കെ നമുക്ക് ആസ് എ ലിസണേഴ്സ് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചെടുക്കും. ബട്ട് അത് ശരിയാവണമെന്നില്ല. അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചർച്ചകൾ നമ്മളിങ്ങനെ പറയുന്നതെന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് സബ്ലിമിനൽ. അത് ഒരാളെ മാത്രം ഉദ്ദേശിച്ചിറക്കിയതല്ല, അത് ചതിക്കുന്ന എല്ലാവർക്കും, ഒറ്റപ്പൂതി തേടിപ്പോകുന്ന എല്ലാവർക്കും കൂടിയുള്ള ഒരു സാധനമായിട്ടാണ് സബ്ലിമിനൽ ഇട്ടിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇതിന്റെ താഴേക്ക് വേറെ സാധനങ്ങൾ വരാണ്ട്. സോ ഡയറക്റ്റ്, സബ്ലിമിനൽ, അതിന്റെ താഴെ വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ലൈക്ക് ഇമോഷണൽ ഡിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇമോഷണൽ ഡിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഹിപ്പോപ്പിൽ കുറേ ഇമോഷണൽ ഡിസ് ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. I would say ലിൽപ്പയ്യന്റെ വ്യസനക്കത്ത് ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ഇമോഷണൽ ഡിസ്. സങ്കടം കൊണ്ട് ഞാൻ മനുഷ്യനായിരുന്നില്ല നീ, എന്നൊക്കെ പഠിപ്പിച്ചില്ല നീ, എന്നൊക്കെ സ്നേഹിച്ചിട്ടില്ല നീ, ഉപദേശിച്ചിട്ടുമില്ല നീ, പയ്യ നീ ഇങ്ങനെയാവല്ലേ, പയ്യ നീ ഇങ്ങനെ ചെയ്യല്ലേ, നല്ല പടക്കെ ഇറക്കണ്ടേ, നല്ല രീതിക്ക് നടക്കണ്ടേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ എന്താ എന്റെ നടപ്പൊക്കെ, കാണുമ്പോ കേറും കയറിപ്പൊക്കെ, വിഷമം കൊണ്ട് വെറുപ്പൊക്കെ. ആൻഡ്
ആൻഡ് ഹീ സേയിങ് ദാറ്റ് പണ്ടൊക്കെ എന്നെ കണ്ടിട്ടല്ലേ നമ്മളൊക്കെ നടന്നത്, നമ്മളൊക്കെ അങ്ങനെ ആവുമെന്ന് വിചാരിച്ചതല്ലേ, എൻ്റെ ഈ നടപ്പ് കാണുമ്പോൾ സങ്കടമുണ്ട്, പണ്ട് നീ ഒരു നല്ല മനുഷ്യനായിരുന്നു. ആൻഡ് ഈവൻ ഇൻ ദാറ്റ് ഓൾസോ ലിൽപ്പയ്യൻ പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഓക്കെ പണ്ട് നീ ഒരു മനുഷ്യനായിരുന്നു, ഇപ്പോൾ മനുഷ്യൻ ബാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഹീ ഈസ് പുട്ടിങ് സം ഹിഡൻ മീനിങ്സ് ഇൻ ദാറ്റ് വൺ. ബട്ട് അറ്റ് ദ സെയിം ടൈം മൂപ്പര് പറയാനുള്ള കാര്യം തെറിയില്ലാണ്ട് ഇതില്ലാണ്ട് പകയില്ലാണ്ട് ഒരു ലിറ്റിൽ ബ്രദർ ഒരു ബിഗ് ബ്രദറിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ, നന്നായിക്കൂടെ എന്നുള്ള രീതിയിൽ, എന്നെ കാണുമ്പോൾ കലിപ്പാണെന്നും വെറുപ്പാണെന്നും ഒക്കെ ആ ഡിസ്ട്രാക്റ്റിൻ്റെ ഇടയിൽ കൂടെ പറയുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഡസൻറ്റ് സൗണ്ട് ദാറ്റ് അഗ്രസീവ്. സോ ഇമോഷണൽ ഡിസ്സിന് വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻ്റ് അടിക്കുക. ഞാൻ വ്യസനക്കത്തെ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഉള്ളത് മോക്കിംഗ് ഡിസ് അല്ലെങ്കിൽ ഹ്യൂമറസ് ഡിസ് മോക്കിംഗ് ഡിസ് പറഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന ഭാഗങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ആളുകളെ പറ്റി കളിയാക്കിയിട്ട് അവരുടെ വേഴ്സ്, അവരുടെ വോയിസ്, അവരുടെ ശൈലി, അവരുടെ ഫ്ലോയെ കളിയാക്കിയിട്ട് തന്നെ അവർക്കിട്ട് തന്നെ ഇട്ട് തിരിച്ചു കൊടുക്കുന്നത് മോക്കിംഗ് ഹ്യൂമറസ് ഡിസ് എന്ന് പറയും. നമ്മുടെ മാപ്പില്ലയിൽ നമ്മുടെ നോയിഡ് കളിച്ച ആ സാധനം അതിനൊരു എക്സാമ്പിൾ ആണ്. പിന്നെയാണെന്നുണ്ടെങ്കിൽ അൽ കായിലുണ്ട് ഒരു വേഴ്സ്, നമുക്ക് പെരിയൊരു മരുത് ഞാടാടാ ഞാൻ കടക്കോർക്കാന് വടക്കന്റെ വരികളാൽ വികടന് വെടി വെട്ടക്കണ്ണു മുന ഇത് വേർഡ് ക്ലാസ് പണി അറിയാല നീ പോയി തരത്തില് കളി എടി വെച്ച് പിടിക്കല വടക്കില പണി. സോ ഇതൊക്കെയാണ് ഹ്യൂമറസ് അല്ലെങ്കിൽ മോക്കിംഗ്, ഒരാളെ കളിയാക്കുന്ന രീതിയിലുള്ള ഡിസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. പിന്നെ ഒരു സംഭവമാണ് ലിറിക്കൽ ഓർ ടെക്നിക്കൽ ഡിസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ് ചെയ്യുന്നതിലൂടെ തന്നെ ആളുകൾ അവരുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യും. ദെയർ ഫ്ലോ, ദെയർ മെറ്റഫർ, ദെയർ വേർഡ് പ്ലേ. ലൈക്ക് ബിഗസ്റ്റ് എക്സാമ്പിൾ ആണ് റബ്ബർ പാലും. അതുപോലെ തന്നെ ടാപ്പിങ്ങിലൂടെ ഒക്കെ കാണിക്ക് സെയിം ഓൺ ഫ്ലോ നിന്റെ ഊമ്പിയ ടോണെന്ന് മാറ്റിയിട്ട് if you gonna talk the talk you better back it ട്രാക്കിലെ ഫേക്ക് വാചകങ്ങൾ back it ആസിൽ back to back that is smack bitch fact ഇത് warning and big cautious. അവരവരുടെ ഫ്ലോ, ഹൗ ഫാസ്റ്റ് ദേ ക്യാൻ റാപ്പ്, ഹൗ ഫാസ്റ്റ് ദേ ക്യാൻ ഫ്ലിപ്പ് വേർഡ്സ്, വേർഡ് പ്ലേ, ഇതൊക്കെ അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ റബ്ബർ പാല് ഇതൊക്കെ ഈ ലിറിക്കൽ ഓർ ടെക്നിക്കൽ ഡിസ്, അതായത് ഡിസ് ചെയ്യുന്നതിൽ കൂടെ നമ്മൾ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്താൽ ദാറ്റ്സ് എ ലിറിക്കൽ ഓർ ടെക്നിക്കൽ ഡിസ് എന്ന് പറയാം. പിന്നെ ഇതിൽ വരുന്നത് റിപ്ലൈ ഡിസ്. ആ നെയിം മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ ഒരാൾ ഡിസ് ഇറക്കിയാൽ അതിന് റിപ്ലൈ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു സാധനത്തിനാണ് റിപ്ലൈ ഡിസ് വരുന്നത്. ആൻഡ് ദാറ്റ് റിപ്ലൈ ഡിസ് മസ്റ്റ് ബി കണ്ടെയ്നിങ് സം കാര്യങ്ങൾ അബൌട്ട് വാട്ട് ഹീ ഹാസ് ഡിസ് ബിഫോർ. ഈവൻ പണ്ട് ഡിസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് റിപ്ലൈ ഡിസിൽ പറയണം. അല്ലാണ്ട് ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിപ്ലൈ ഡിസ്. അതായത് ഞാൻ പറയാണ്, ഈ പണ്ട് ഒരു കുയിൽ വീണ് ആ കുയിന്ന് എന്നെ എണീപ്പിക്കാൻ ഞാനാണ് ആദ്യം എനിക്ക് കൈ നീട്ടി തന്നതെന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പണ്ട് ഇവിടെ പഠിച്ചപ്പോൾ എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ് ഫോർ എ റിപ്ലൈ ഡിസ്. അപ്പോൾ ഇതാണ് റിപ്ലൈ ഡിസ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഡിഷാണ് ഹിസ്റ്റോറിക്കൽ ഓർ ഇൻഫർമേഷണൽ ഡിസ്. അത് നമ്മൾ വികടന്റെ ഇതിൽ കുറെ കേട്ടിട്ടുണ്ട്. പണ്ട് നീ കണ്ടുപിടിച്ചു പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡൻസ് ഇങ്ങോട്ട് പുറത്തെടുക്കും സാധനങ്ങൾ. അതേപോലെ ബേബിയും കൊടുത്തിട്ടുണ്ട്, അതുവരെ ബാറിലും പിന്നെ ബാക്കിയുള്ളവരെ ഫ്ലാറ്റിലും എന്ന് പറഞ്ഞിട്ട്. സോ റിയൽ ലൈഫ് ഇൻസിഡൻസ് എന്ന് വെച്ചിട്ട് മറ്റേ ബാർകോഡിന്റെ ലോഞ്ചിൽ വന്ന് തുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ റിയൽ ലൈഫ് ഇൻസിഡൻസ് വെച്ചിട്ട് ഇവർ സംസാരിക്കുകയാണ് തമ്മിൽ. അതായത് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഫാക്ട്സ് വെച്ചിട്ട് റിയൽ ലൈഫ് ഇൻസിഡൻസ് വെച്ചിട്ട് സംസാരിക്കും. ഹിസ്റ്റോറിക്കൽ ഓർ ഇൻഫർമേഷൻ ഡിസ്. അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്സുകൾ എന്ന് പറഞ്ഞാൽ, ടൈപ്സ് ഓഫ് ഡിസ്സുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെയിൻ സാധനങ്ങൾ ഡയറക്റ്റ് ആൻഡ് സബ്ലിമിനൽ ഡിസ്. അപ്പോൾ ഇനി താഴെ പോയിക്കാണ്ട് മുന്തിരിച്ചാറ് ഡിസ്സാണെന്നും പഞ്ചാബി ഡിസ്സാണെന്നും അതേപോലെ സാമ്പാർ ഡിസ്സാണെന്നും അലിഫ് ഡിസ്സാണെന്നും അതേപോലെ മിന്നി ഡിസ്സാണെന്നും മോരും വള്ളം ഡിസ്സാണെന്നും ഒന്നും പറഞ്ഞ് താഴെ പോയിട്ട് കമൻറ്റ് ഇട്ടരുത്. ലൈക്ക് ദോസ് ഓർ സബ്ലിമിനൽസ്. അപ്പോൾ ഐ ഹോപ്പ് മൈ വീഡിയോ ഈസ് ഇൻഫോർമേറ്റീവ് ടു യു ഓൾ ഗൈസ്. ഇതുപോലെ കുറേ മലയാളം ഹിപ്പ് ഹോപ്പ് അതുപോലെ തന്നെ ഹിപ്പ് ഹോപ്പ് റിലേറ്റഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ഫോർ ദ കൾച്ചർ ആൻഡ് പീസ്. പലരും മറക്കും, കാലം പോയാലും ഞാൻ വന്ന് അറക്കും.